ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഒതൻറ്റിക് സ്നാക്സായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെ സോഫ്റ്റാണ്, ക്രിസ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ നെയ്യപ്പം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാനും പറ്റും. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. നെയ്യപ്പം പൊങ്ങി കിട്ടാനും അതുപോലെ പൊട്ടിപ്പോവാതെ ഒഴിക്കാനൊക്കെയുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അരി നല്ലോണം കഴുകിയതിന് ശേഷം വേണം കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാൻ. അത് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടാൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് തരം ടൈപ്പ് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം. അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി വേണ്ടത് ശർക്കരയാണ്. ഇവിടെ ഞാൻ 1/4 കപ്പ് കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട്. പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാവുന്നതാണ്. പിന്നെ ഓരോ ടൈപ്പിലുള്ള ശർക്കരയുടെ മധുരത്തിൽ വ്യത്യാസം വരും കേട്ടോ. ഇത് അധികം മധുരമുള്ള ശർക്കരയല്ല. ഒരുപാട് മധുരം ആവശ്യമില്ലാത്തവർ 1/2 കപ്പ് ശർക്കര എടുത്താൽ മതി. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ചിട്ട് ഈ ശർക്കരയൊന്ന് ഉരുകി കിട്ടണം. അപ്പോൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. മിക്സി ജാറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സ്പൂണിന് 2 സ്പൂണ് ചോറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങ തിരുമിയതാണ്. അതും 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2 സ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ. അരിയാണെങ്കിലും തേങ്ങയാണെങ്കിലും 2 സ്പൂണിൽ കൂടാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് 4-5 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അരി അരച്ചതിന് ശേഷം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഈ ശർക്കരപ്പാനി ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വിരൽ മുക്കാൻ പറ്റുന്ന ചൂടേ ആകാൻ പാടുള്ളൂ. ശർക്കരപ്പാനി ഒരുപാട് തണുത്തും പോകരുത്, എന്നാൽ ഒരുപാട് ചൂടുമായി പോകരുത്. നമ്മളുടെ വിരൽ മുക്കാൻ പറ്റുന്ന ചൂടേ ആകാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അരി അരച്ചെടുക്കുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെറു ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനി ആവണം, തണുത്തതാവരുത്. പിന്നെ തരിതരിപ്പായിട്ട് വേണം അരി അരച്ചെടുക്കാൻ, ഫൈൻ പേസ്റ്റ് ആകരുത്. ഈ 2 കാര്യങ്ങൾ അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. എന്നിട്ട് കട്ടകളില്ലാതെ നമുക്ക് ഇത് കലക്കിയെടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസുമായി പോകരുത്. നമ്മൾ എണ്ണയിലേക്ക് മാവ് ഒഴിക്കാൻ പറ്റുന്ന അയവിൽ വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴേ ഇതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. എള്ളിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് തന്നെ പൊങ്ങി വരും കേട്ടോ. നമ്മൾ തവി കൊണ്ട് അമർത്തി കൊടുക്കുക ഒന്നും വേണ്ട, തന്നെ പൊങ്ങി വന്നോളൂ. ഈ മാവ് മുങ്ങി കിടക്കേണ്ട എണ്ണ എടുക്കണേ.
പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആകരുത്. പിന്നെ എണ്ണ ഒരുപാട് ചൂടാവുകയാണെങ്കിൽ നെയ്യപ്പം പൊട്ടിപ്പോകാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എണ്ണയുടെ ചൂട് ക്രമീകരിച്ച് കൊടുക്കണം. ഒരു മീഡിയത്തിലായിരിക്കണം എണ്ണയുടെ ചൂടുണ്ടാകാൻ പാടുള്ളൂ. പിന്നെ പൊങ്ങി വന്നാലുടനെ തിരിച്ചിടരുത്. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ തിരിച്ചിടാൻ പാടുള്ളൂ. ചൂടാകാത്ത എണ്ണയിലോട്ടും മാവ് ഒഴിക്കാൻ പോകരുത്. നെയ്യപ്പം പൊങ്ങി വരത്തില്ല, കല്ലിച്ചു പോകും. ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എണ്ണയുടെ ചൂട് മീഡിയത്തിൽ വെക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം 1-2 നെയ്യപ്പം ചെയ്ത് നോക്കുമ്പോൾ എണ്ണയുടെ ചൂടിൻ്റെ ഇതൊക്കെ മനസ്സിലായിക്കോളും. ഇവിടെ നെയ്യപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് നെയ്യപ്പം തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.